വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററീൻ്റെ 10ാമത്തെ ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ട്, ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള 2 പാർട്ടുകൾ കാണാത്തവർ അത് ആദ്യം കാണണം. ഈ ചാപ്റ്ററിൻ്റെ പേര് 18th സെഞ്ച്വറി പൊളിറ്റിക്കൽ ഫോർമേഷൻസ് എന്നാണ്. നമ്മളിത് ആദ്യത്തെ ടോപ്പിക്ക് ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് ദി വത്തൻ ജാഗീസ് ഓഫ് ദ രാജ്പൂത്സ്. രാജ്പൂത്തുകളുടെ വത്തൻ ജാഗീർസ്, അവരുടെ സ്ഥലങ്ങളെക്കുറിച്ചാണ്, അവരുടെ സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ രാജ്പൂത്തുകൾ എവിടെയാണെന്ന് നോക്കാം. ഈ മാപ്പിൽ ഇവിടെയാണ് ഈ രാജ്പൂത്തുകൾ ഭരിച്ചിരുന്നത്, രാജസ്ഥാനും ഗുജറാത്തും ആ ഏരിയയിലൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം രാജ്പൂത്തുകളെ കുറിച്ച്. മെനി രാജ്പൂത്ത് കിങ്സ്, പർട്ടിക്കുലർലി ദോസ് ബിലോങ്ങിങ് ടു അംബേർ ആൻഡ് ജോധ്പൂർ, ഹാഡ് സെർവ്ഡ് അണ്ടർ ദ മുഗൾസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ. അപ്പോൾ ഒരുപാട് രാജ്പൂത്ത് രാജാക്കന്മാർ, പർട്ടിക്കുലർലി എവിടുത്തെ അംബേറിലെയും ജോധ്പൂരിലെയും, രാജസ്ഥാനിലെ സ്ഥലങ്ങളാണ്, അവിടെയുള്ള മെനി രാജ്പൂത്ത് കിങ്സ് ഹാഡ് സെർവ്ഡ് അണ്ടർ ദ മുഗൾസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ. അവർ മുഗൾസിന് കീഴിലെ രാജാക്കന്മാരായിരുന്നു അവർ. ഇൻ എക്സ്ചേഞ്ച് ദേ വർ പെർമിറ്റഡ് ടു എൻജോയ് കൺസിഡറബിൾ ഓട്ടോണോമി ഇൻ ദെയർ വത്തൻ ജാഗീർസ്. അവരവരുടെ സ്ഥലങ്ങളിൽ ഈ മുഗൾസ് ഈ രാജ്പൂത്ത് രാജാക്കന്മാർക്ക് ഫുൾ പവർ കൊടുത്തിട്ടുണ്ട്, ഫുൾ അതോറിറ്റി ഉണ്ട്, അവരവർക്ക് പറ്റുന്ന പോലെ അവിടെ ഭരിക്കാം. ഇൻ ദ 18th സെഞ്ച്വറിയിൽ ദീസ് റൂളേഴ്സ് നൗ അറ്റംപ്റ്റഡ് ടു എക്സ്റ്റെൻഡ് ദെയർ കൺട്രോൾ ഓവർ അഡ്ജസൻറ്റ് റീജിയൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉണ്ടായിരുന്ന ആ സ്ഥലത്തു നിന്ന് വിട്ട് അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ അവിടേക്കും അവരുടെ കൺട്രോള് എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു. അജിത് സിംഗ്, ദ റൂളർ ഓഫ് ജോധ്പൂർ, വാസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദ ഫാക്ഷൻ പൊളിറ്റിക്സ് അറ്റ് ദ മുഗൾ കോർട്ട്. അജിത് സിംഗ്, ജോധ്പൂരിലെ റൂളറായ അജിത് സിംഗും മെയിനായിട്ട് ഇതിനെല്ലാം ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇത് മാപ്പായിരുന്നു നമ്മൾ നോക്കിയത്. ദീസ് എസെൻഷ്യൽ രാജ്പൂത്ത് ഫാമിലീസ് ക്ലെയിംഡ് ദി സുബദാരി ഓഫ് ദ റിച്ച് പ്രോവിൻസസ് ഓഫ് ഗുജറാത്ത് ആൻഡ് മാൽവ. ഗുജറാത്തിൻ്റെയും മാൽവയിലൊക്കെ പ്രൊവിൻസസ്, ആ സ്ഥലങ്ങളിൽ അവിടുത്തെ സുബദാരി ക്ലെയിം ചെയ്തു ഈ രാജ്പൂത്ത് ഫാമിലീസ്. അപ്പോൾ ഈ രാജ്പൂത്ത് ഫാമിലീസ് ഗുജറാത്തിലും മാൽവയൊക്കെ കൺട്രോൾ ചെയ്തു, അവിടെയെല്ലാം ഭരിക്കാൻ തുടങ്ങി. രാജ അജിത് സിംഗ് ഓഫ് ജോധ്പൂർ held governorship of Gujarat, and Savai Raja Jai Singh of Amber was governor of Malwa. ഇപ്പോൾ ഗുജറാത്തിലെ ഗവർണർഷിപ്പ് ആരുടെത്തായിരുന്നു? രാജ അജിത് സിംഗ്, ജോധ്പൂരിലെ രാജാവായ അജിത് സിംഗ് ഏറ്റെടുത്തു. അതുപോലെ തന്നെ അംബേറിലെ സവൈ രാജ ജയ്സിംഗ് ഓഫ് അംബേറിലെ രാജാവായ സവൈ രാജ ജയ്സിംഗ് വാസ് ഗവർണർ ഓഫ് മാൽവ. മാൽവയിലെ ഗവർണർ ആരായിരുന്നു? രാജ ജയ്സിംഗ്. ദീസ് ഓഫീസേഴ്സ് വെർ റിന്യൂഡ് ബൈ എംപറർ ജഹാംഗീർ ഷാ ഇൻ 1713. ഈ ഓഫീസസ് റിന്യൂ ചെയ്ത് ആരായിരുന്നു? ജഹാംഗീർ ഷാ ഇൻ 1713. They also tried to extend territories by seizing portions of imperial territories neighboring their watans. വത്തൻ എന്ന് പറയുന്നത് അവരുടെ ദേശം, അവരുടെ രാജ്യം, അവരുടെ സ്ഥലം. അപ്പോൾ ഇവരെല്ലാവരും എന്താ ചെയ്തത്? അവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കി അവരുടെ ടെറിട്ടറീസ്, അവരുടെ സ്ഥലം, കൂടുതൽ സ്ഥലങ്ങളിലോട്ട് അവരുടെ കൺട്രോള്, അവരുടെ പവർ വ്യാപിപ്പിക്കാൻ നോക്കി. നാഗോർ വാസ് കോൺകേർഡ് ആൻഡ് അനെക്സ്ഡ് ടു ദ ഹൗസ് ഓഫ് ജോധ്പൂർകാരെ എന്ത് ചെയ്തു? നാഗോർ എന്ന സ്ഥലം അവരെ കോൺകർ ചെയ്ത് പിടിച്ചെടുത്ത് അവരുടെ കൂട്ടത്തിൽ കൂട്ടി. അവിടേക്കും അവരുടെ പവർ എക്സ്റ്റെൻഡ് ചെയ്തു. വൈൽ അംബേർ സീസ്ഡ് ലാർജ് പോർഷൻസ് ഓഫ് ബുന്തി. അപ്പോൾ അംബേർ എന്ത് ചെയ്തു? ബുന്തി എന്ന സ്ഥലത്തിൻ്റെ ഒരുപാട് പോർഷൻസ് അവർ പിടിച്ചെടുത്ത് അവരുടെ ഇതിൽ കൂട്ടി. സവൈ രാജ ജയ്സിംഗ് ഫൗണ്ടഡ് ഹിസ് ന്യൂ ക്യാപിറ്റൽ അറ്റ് ജയ്പൂർ.
ഈ സവൈ രാജ ജയ്സിംഗ് എന്ത് ചെയ്ത്, ജയ്സിംഗ് ഫൗണ്ടഡ് ഹിസ് ന്യൂ ക്യാപിറ്റൽ അറ്റ് ജയ്പൂർ. ജയ്പൂരിൽ ഈ ജയ്സിംഗ് എന്ന രാജാവ് ഒരു പുതിയ തലസ്ഥാനം അല്ലെങ്കിൽ ക്യാപിറ്റൽ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തു. ജയ്സിംഗ് ആയതുകൊണ്ടാണ്, രാജാവിൻ്റെ പേര് ജയ്സിംഗ് എന്നായതുകൊണ്ടാണ് ജയ്പൂർ എന്ന പേര് വന്നത്. ഇതെല്ലാം രാജസ്ഥാനിലെ സ്ഥലങ്ങളാണ്. ആൻഡ് വാസ് ഗിവൺ ടു സുബാദാരി വാസ് ഗിവൺ ദ സുബാദാരി ഓഫ് ആഗ്ര ഇൻ 1722. 1722 ഈ ജയ്സിംഗിന് ആഗ്രേൻ്റെ പവറും കൊടുത്തു. ആഗ്രയുടെ സുബാദാരിയും ഈ ജയ്സിംഗിൻ്റെ കയ്യിലായി. മറാത്ത ക്യാമ്പയിൻസ് ഇൻ ടു രാജസ്ഥാൻ ഫ്രം 1740s put severe pressure on these principalities and checked their further expansion. മറാത്ത ക്യാമ്പയിൻസ് ഇൻ ടു രാജസ്ഥാൻ, മറാഠാസ് രാജസ്ഥാനിലെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ വന്നപ്പോൾ, എപ്പോൾ 1740കളിൽ അങ്ങനെ മറാഠാസ് രാജസ്ഥാനിലെ സ്ഥലങ്ങൾ പിടിച്ചടക്കാനായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജയ്സിംഗും രാജാ ജയ്സിംഗും മറ്റുള്ളവരുടെയൊക്കെ ഫർദർ എക്സ്പാൻഷൻ, അവർ കൂടുതലായിട്ട് അവരുടെ മറ്റ് സ്ഥലങ്ങൾ പിടിച്ചടക്കാനായിട്ടുള്ള അവരുടെ ആഗ്രഹം ഈ മറാത്താസിൻ്റെ അറ്റാക്കോടെ അത് അത്ര കണ്ട് അവർക്ക് മറ്റ് സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റിയില്ല. ഇവിടെയാണ് രാജ്പൂത്തുകൾ. പിന്നെ ഇതാണ് മറാഠാസ്. മറാഠാസ് എന്ത് ചെയ്തു, ഈ രാജ്പൂത്തുകളെ അല്ലെങ്കിൽ ഇവരുടെ ഈ ഏരിയകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അങ്ങനെയൊരു 1740കളിൽ അങ്ങനെയൊരു സംഭവം നടന്നുകൊണ്ട് ഈ രാജ്പൂത്തുകൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. രാജാ ജയ്സിംഗ് ഓഫ് ജയ്പൂരിൻ്റെ രാജാ ജയ്സിംഗിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷനാണ്. എ ഡിസ്ക്രിപ്ഷൻ ഓഫ് രാജാ ജയ്സിംഗ് ഇൻ എ പേർഷ്യൻ അക്കൗണ്ട് ഓഫ് 1732 പേർഷ്യൻ അക്കൗണ്ടിൽ രാജാ ജയ്സിംഗിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. രാജാ ജയ്സിംഗ് വാസ് അറ്റ് ദ ഹൈറ്റ് ഓഫ് ഹിസ് പവർ. രാജാ ജയ്സിംഗ് അധികാരത്തിൻ്റെ ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുന്ന സമയമായിരുന്നു. ഹി വാസ് ദ ഗവർണർ ഓഫ് ആഗ്ര ഫോർ 12 years. ആഗ്രയുടെ ഗവർണറായിരുന്നു ഈ 12 വർഷത്തോളം. ആൻഡ് മാൽവയുടെ ഗവർണറായിരുന്നു 5 to 6 years, 5 to 6 വർഷത്തോളം മാൽവയുടെ ഗവർണറുമായിരുന്നു. ഹി പൊസസ്ഡ് എ ലാർജ് ആർമി, വലിയ ആർമി ഉണ്ടായിരുന്നു. ആർട്ടിലറി, ഒരുപാട് ആയുധങ്ങളുണ്ടായിരുന്നു. ആൻഡ് ഗ്രേറ്റ് വെൽത്ത്, ഒരുപാട് പണം ഉണ്ടായിരുന്നു. ഹിസ് സ്വേ എക്സ്റ്റെൻഡഡ് ഫ്രം ഡൽഹി ടു ദ ബാങ്ക്സ് ഓഫ് നർമ്മദ. ഡൽഹി തൊട്ട് നർമ്മദയുടെ തീരം വരെ ഈ രാജാ ജയ്സിംഗിൻ്റെ ഏരിയ ആയിരുന്നു. അപ്പോൾ മെഹ്റാൻഗഡ്, GARH എന്ന് പറയും, ഗഡ് എന്നാണ് പറയാം, മെഹ്റാൻഗഡ് ഫോർട്ട്. മെഹ്റാൻഗഡിലെ കോട്ടയാണിത്. ജോധ്പൂരിലെ മെഹ്റാൻഗഡിലെ കോട്ടയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീസിങ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം പിടിച്ചെടുക്കുക. അപ്പോൾ സിഖുകാരും മറാത്താസിനെ കുറിച്ചും അതുപോലെ തന്നെ ജാറ്റുകളും ഒക്കെ എങ്ങനെ അവരുടെ സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ് അവരെങ്ങനെ നേടി, അതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ സിഖുകാരെ കുറിച്ച്. The organization of the Sikhs into political community during the 17th century helped in regional state building in the Punjab. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ദ സിഖ് ഇൻ ടു എ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി, ഈ സിഖുകാരെല്ലാം കൂടി ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി, ഒരു രാഷ്ട്രീയ ഒരു ഗ്രൂപ്പായി മാറി. എപ്പോഴാണ്? 17th century, 17ാം സെഞ്ച്വറിയിൽ. അത് ചാപ്റ്റർ 8 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹെൽപ്ഡ് ഇൻ റീജിയണൽ സ്റ്റേറ്റ് ബിൽഡിംഗ് ഇൻ ദ പഞ്ചാബ്. റീജിയണൽ സ്റ്റേറ്റ് ബിൽഡ് ചെയ്യാനായിട്ട്, ഡെവലപ്പ് ചെയ്യാനായിട്ട് പഞ്ചാബിൽ അങ്ങനെ ഒരു റീജിയണൽ സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി സഹായകമായി. സെവറൽ ബാറ്റിൽസ് വർ ഫൗട്ട് ബൈ ഗുരു ഗോവിന്ദ് സിംഗ് എഗെയിൻസ്റ്റ് ദ രാജ്പൂത്ത് ആൻഡ് മുഗൾ റൂളേഴ്സ്. രാജ്പൂത്ത് റൂളേഴ്സിനും മുഗൾ റൂളേഴ്സിനൊക്കെ എഗെയിൻസ്റ്റായിട്ട് ഗുരു ഗോവിന്ദ് സിംഗ്, ഈ പഞ്ചാബികളുടെ ഗുരുവാണ് ഗുരു ഗോവിന്ദ് സിംഗ്, എൻ്റെ കീഴിൽ ഒരുപാട് യുദ്ധങ്ങൾ അവർ രാജ്പൂത്ത് റൂളേഴ്സിനും മുഗൾ റൂളേഴ്സിനും എഗെയിൻസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്.
both before and after the institution of the Khalsa in 1699. 1699 ഖാൽസ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയാണ്, ഒരു ഗ്രൂപ്പാണ് പഞ്ചാബികളുടെ, അല്ലെങ്കിൽ സിഖുകാരുടെ ഗ്രൂപ്പ്. അപ്പോൾ അതിന് ആ ഗ്രൂപ്പ് ഖാൽസ ഉണ്ടാവുന്നതിന് മുമ്പും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടും ഒരുപാട് ബാറ്റിൽസ് അവർ നടത്തിയിട്ടുണ്ട് മുഗൾസിനും രാജ്പൂത്ത് റൂളേഴ്സിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട്. ആഫ്റ്റർ ഹിസ് ഡെത്ത് ഇൻ 1708 1708 ഈ ഗുരു ഗോവിന്ദ് സിംഗ് മരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ എവിടെയാണ് സിഖുകാർ? സിഖ്സ് എന്ന് പറയുന്നത് ഈ ഏരിയയിലാണ്, ഇന്ത്യയുടെ ഏറ്റവും തലപ്പത്തിൽ, പഞ്ചാബ്, കാശ്മീർ ആ ഏരിയ, പിന്നെ പാകിസ്ഥാൻ്റെ കുറച്ച് ഏരിയകൾ, അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഗ്രൂപ്പാണ് സിഖ്. ആഫ്റ്റർ ഹിസ് ഡെത്ത് ഇൻ 1708 the Khalsa rose in revolt against the Mughal authority under Banda Bahadur's leadership. അപ്പോൾ ഗുരു ഗോവിന്ദ് സിംഗ് മരിച്ചു കഴിഞ്ഞു 1708. അത് കഴിഞ്ഞപ്പോൾ ഖാൽസ മുഗൾ അതോറിറ്റി അല്ലെങ്കിൽ മുഗൾ റൂളേഴ്സിന് എഗെയിൻസ്റ്റ് അവർ വിപ്ലവം നടത്തി, റിവോൾട്ട് നടത്തി, ഫൈറ്റ് നടത്തി. അതാരുടെ കീഴിലായിരുന്നു? ബന്ദ ബഹാദൂർ എന്ന ലീഡറിൻ്റെ ലീഡർഷിപ്പിൻ്റെ കീഴിലായിട്ട് അവർ ഈ മുഗൾ അതോറിറ്റിക്ക് എഗെയിൻസ്റ്റായിട്ട്, മുഗൾ റൂളേഴ്സിന് എഗെയിൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്തു. ഡിക്ലെയർഡ് ദെയർ സോവറിൻ റൂൾ ബൈ സ്ട്രൈക്കിംഗ് കോയിൻസ് ഇൻ ദ നെയിം ഓഫ് ഗുരു നാനാക്ക് ആൻഡ് ഗുരു ഗോവിന്ദ് സിംഗ്. അപ്പോൾ എന്നിട്ട് അവരെന്ത് ചെയ്തു? ഡിക്ലെയർഡ് ദെയർ സോവറിൻ റൂൾ. അവർ എന്ത് ഡിക്ലെയർ ചെയ്തു? ഈ സ്ഥലത്ത്, ഈ പഞ്ചാബിൽ ഈ സ്ഥലത്ത് ഞങ്ങളുടെ റൂളാണെന്ന് അവർ സ്ഥാപിച്ചു, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തു. അവരെന്നിട്ട് എന്താ ചെയ്തത്? അവർ കോയിൻ ഉണ്ടാക്കി. കോയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ പൈസ, കോയിൻസ് ഉണ്ടാക്കി. അതിൽ ആരുടെ പേരാണ് കൊത്തിവെച്ചത്? ഗുരു നാനാക്കിൻ്റെയും ഗുരു ഗോവിന്ദ് സിംഗിൻ്റെയൊക്കെ പേരിൽ അവർ അവരുടെ സ്വന്തം കോയിൻസ് ഉണ്ടാക്കി. ആൻഡ് എസ്റ്റാബ്ലിഷ് ദെയർ ഓൺ അഡ്മിനിസ്ട്രേഷൻ. അവരുടെ സ്വന്തം ഭരണം ഉണ്ടാക്കിയ ആ സ്ഥലത്ത് അവർ സ്വന്തമായി ഭരിക്കാൻ തുടങ്ങി. ബിറ്റ്വീൻ സത്ലജ് ആൻഡ് ദ യമുന നദിയും സത്ലജിൻ്റെ ഇടയിലുണ്ടായിരുന്ന ആ എത്ര റീജിയനിൽ മൊത്തം അവരുടെ ഭരണമായി. ബന്ദ ബഹാദൂർ വാസ് ക്യാപ്ചേർഡ്. അപ്പോൾ ബന്ദ ബഹാദൂർ ആയിരുന്നു അതെല്ലാം ലീഡ് ചെയ്തത്. അപ്പോൾ ബന്ദ ബഹാദൂറിനെ പിടിച്ചു. എപ്പോൾ? 1715 പിടിച്ചു. ആൻഡ് എക്സിക്യൂട്ടഡ് ഇൻ 1716. 1716 ഈ ബന്ദ ബഹാദൂറിനെ കൊന്നുകളഞ്ഞു. ആൻഡ് ഗുരു ഗോവിന്ദ് സിംഗ് ഇൻ ദ 10th ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ ഒരു പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അണ്ടർ എ നമ്പർ ഓഫ് ഏബിൾ ലീഡേഴ്സ് ഇൻ ദ 18th century. 18th centuryയിൽ ഒരുപാട് കഴിവുള്ള ലീഡേഴ്സിൻ്റെ കീഴിൽ ദ സിഖ് ഓർഗനൈസ്ഡ് ദംസെൽഫ് ഇൻ ടു എ നമ്പർ ഓഫ് ബാൻഡ്സ് കോൾഡ് ജാഥാസ്. ഒരുപാട് ഗ്രൂപ്പുകൾ അവരുണ്ടാക്കി. ഈ സിഖുകൾ പല ഗ്രൂപ്പുകളുണ്ടാക്കി. ആ ഗ്രൂപ്പിനെ പറയുന്നതാണ് ജഥാസ് എന്നാണ് ആ ഗ്രൂപ്പിനെ വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഗ്രൂപ്പുകളെ മിസ്സൽസ് എന്ന് വിളിച്ചു. മിസ്സൽസ് എന്നായിരുന്നു അതിൻ്റെ പേര്, ആ ഗ്രൂപ്പുകളുടെ പേര്. Their combined forces were known as the Grand Army, ദൽ ഖാൽസ. അപ്പോൾ ഈ ഗ്രൂപ്പുകളെല്ലാം, ഈ മിസൈൽസ് ജാഥാസ് എല്ലാം, ഈ പല മിസൈൽസ് ഉണ്ട്, അതെല്ലാം കൂടിയിട്ടുള്ള അവരുടെ കമ്പൈൻഡ് ഫോഴ്സസിനെയാണ് പറയുന്നത് ഗ്രാൻഡ് ആർമി. ഇതിനെ ഗ്രാൻഡ് ആർമി എന്ന് പറയും, അല്ലെങ്കിൽ ദൽ ഖാൽസ എന്ന് പറയും. ദി എൻറ്റയർ ബോഡി യൂസ് ടു മീറ്റ് അറ്റ് അമൃത്സർ അറ്റ് ദ ടൈം ഓഫ് ബൈശാഖി ആൻഡ് ദിവാലി. അപ്പോൾ ഈ ഖാൽസയിലുള്ള എല്ലാ ആൾക്കാരും എന്തു ചെയ്യും? അമൃത്സറിൽ 2 പ്രാവശ്യം 2 ഒക്കേഷനിൽ 2 അവസരങ്ങളിൽ മീറ്റിംഗ് നടത്തും. ബൈശാഖിക്കും ദീപാവലിയിലും ടു ടേക്ക് കളക്റ്റീവ് ഡിസിഷൻസ്. അവർക്ക് എല്ലാവരും കൂടി ഡിസിഷൻ എടുക്കാനായിട്ട്, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ മീറ്റ് ചെയ്യുന്നത്. നോൺ ആസ് റെസൊല്യൂഷൻസ് ഓഫ് ഗുരുവിൻ്റെ റെസൊല്യൂഷൻ, ഗുരുവിൻ്റെ ഡിസിഷൻസ് എടുക്കാനായിട്ട്. അതിനെയാണ്, ആ റെസൊല്യൂഷൻസ് ഓഫ് ഗുരുവിനെയാണ് ഗുർമന്താസ്. ഇതിനെ പറയുന്നു മന്താസ്
ഗുർമാതാസ് എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ റെസൊല്യൂഷൻസ്, ഗുരുവിൻ്റെ കുറച്ച് കളക്റ്റീവ് ഡിസിഷൻസ്, അതിനെ അവർ ഗുർമാതാസ് എന്ന് പറയുന്നു. ഇപ്പോൾ സിസ്റ്റം കോൾഡ് രാഖി വാസ് ഇൻട്രൊഡ്യൂസ്. അവർ ഒരു രാഖി എന്നൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതെന്തായിരുന്നു? ഓഫറിങ് പ്രൊട്ടക്ഷൻ ടു ദ കൾട്ടിവേറ്റേഴ്സ് ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് എ ടാക്സ് ഓഫ് 20% ഓഫ് ദ പ്രൊഡ്യൂസ്. അവർക്ക് കിട്ടുന്നതിൻ്റെ 20%, ഇപ്പോൾ കൾട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ കൃഷിക്കാർ, അവർക്ക് കിട്ടുന്നതിൻ്റെ 20% കൊടുത്തു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ സിഖ്, ഈ ആർമി അവർക്ക് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കും. അതിനെയാണ് പറയുന്നത് രാഖി. അതും ഇവർ തുടങ്ങി വെച്ചതാണ്. ഗുരു ഗോവിന്ദ് സിംഗ് ഹാഡ് ഇൻസ്പയർഡ് ദ ഖാൽസ വിത്ത് ദ ബ്രീഫ് ദാറ്റ് ദെയർ ഡെസ്റ്റിനി വാസ് ടു റൂൾ രാജ് കരേഗ ഖാൽസ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് രാജ് കരേഗ ഖാൽസ എന്ന് പറഞ്ഞാൽ ഖാൽസ രാജ്യം ഭരിക്കും അല്ലെങ്കിൽ ഭരിക്കുമെന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഗുരു ഗോവിന്ദ് സിംഗ് ഇൻസ്പയർ ചെയ്ത ഈ ഖാൽസയിലെ മെമ്പേഴ്സിനെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. ഒരു സമയം അവരുടെ ഡെസ്റ്റിനി എന്താണ്? അവരുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഭരണമാണ്. രാജ് കരേഗ ഖാൽസ. ദെയർ വെൽ നിറ്റ് ഓർഗനൈസേഷൻ, വളരെ നന്നായിട്ട് രൂപപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് ഈ ഖാൽസ. വെയർ ദെയർ വെൽ നിറ്റ് ഓർഗനൈസേഷൻ enabled them to put up a successful resistance to the Mughal governors first, and then to Ahmad Shah Abdali, who had seized the rich provinces of the Punjab and the Sarkar of Sirhind from the Mughals. അപ്പോൾ ഇവരുടെ ഈ ഓർഗനൈസേഷൻ വളരെ നല്ല ഓർഗനൈസേഷൻ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓർഗനൈസേഷനായി ഖാൽസ. എനേബിൾ ദം ടു, അത് കാരണം എന്ത് പറ്റി അവർക്ക്? സക്സസ്ഫുൾ റെസിസ്റ്റൻസ് ടു ദ മുഗൾ ഗവർണേഴ്സ്, മുഗൾ റൂളേഴ്സിനെ എതിരെ വളരെ നന്നായിട്ട് അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ മുഗൾസിൻ്റെ കയ്യിൽ അവരെ അറ്റാക്ക് ചെയ്ത് അഹമ്മദ് ഷാ അബ്ദാലി പിന്നെ ഭരണം പിടിച്ചെടുത്തു. അപ്പോൾ അഹമ്മദ് ഷാ അബ്ദാലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ഈ ഖാൽസ, ഈ സിഖുകാർക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ സർക്കാർ ഓഫ് സിർഹിന്ദ്, മുഗൾസിൽ നിന്ന് പഞ്ചാബിനെയും സർക്കാർ ഓഫ് സിർഹിന്ദിനെയൊക്കെ പിടിച്ചെടുത്ത ഈ അഹമ്മദ് ഷാ അബ്ദാലിക്കും, അതുപോലെ തന്നെ മുഗൾ ഗവർണേഴ്സിന്, ആദ്യം മുഗൾ ഗവർണേഴ്സ് അല്ലെങ്കിൽ മുഗൾ റൂളേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നന്നായി ഫൈറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ മുഗൾ ഗവർണേഴ്സ് കഴിഞ്ഞിട്ട് ഈ അഹമ്മദ് ഷാ അബ്ദാലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും അവർക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റി. The Khalsa declared their sovereign rule by striking their own coin again in 1765. 1765 പിന്നെയും ഈ ഖാൽസ എന്ത് ചെയ്തു? അവരുടെ കോയിൻ ഉണ്ടാക്കി. Significantly, this coin bore the same inscription as the one on the orders issued by the Khalsa in the time of ബന്ദാ ബഹദൂർ. ബന്ദാ ബഹദൂറിൻ്റെ സമയത്ത് ഇവർ കോയിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബന്ദാ ബഹദൂറിനെ പിടിച്ചു, എന്നിട്ട് ബന്ദാ ബഹദൂറിനെ കൊന്നുകളഞ്ഞു. അപ്പോൾ ആ നേരത്തെ ഉണ്ടായിരുന്ന അതേ സെയിം ആയിട്ടുള്ള കോയിൻ പിന്നെ ഇവരുണ്ടാക്കി. അപ്പോൾ അത്ര പവർഫുള്ളായി അവർ ആ സമയമായപ്പോഴേക്കും പിന്നീടും. The Sikh territories in the late 18th century extended from the Indus to the Jamuna. അപ്പോൾ സിക്കിൻ്റെ ടെറിട്ടറി എന്ന് പറയുന്നത് ഇൻഡസ് തൊട്ട് യമുന നദി വരെ അവരുടെ ടെറിട്ടറി ആയിരുന്നു. ബട്ട് ദേ വർ ഡിവൈഡഡ് അണ്ടർ ഡിഫറെൻറ്റ് റൂളേഴ്സ്. പല റൂളേഴ്സിൻ്റെ കയ്യിലായിരുന്നു ഈ ഇവരുടെ ടെറിട്ടറി എന്ന് പറയുന്നത്. വൺ ഓഫ് ദം, അതിലൊരാളായിരുന്നു മഹാരാജ രഞ്ജിത് സിംഗ്. റീയൂണൈറ്റഡ് ദീസ് ഗ്രൂപ്പ്സ്, പല ഗ്രൂപ്പ്സ് ആയിരുന്നു. അപ്പോൾ ഈ മഹാരാജ രഞ്ജിത് സിംഗ് എന്താ ചെയ്തത്? റീയൂണൈറ്റഡ് ദീസ് ഗ്രൂപ്പ്സ്, ഈ ഗ്രൂപ്പുകളെല്ലാം പിന്നെയും യൂണൈറ്റ് ചെയ്തു, ഒന്നാക്കി. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് ക്യാപിറ്റൽ അറ്റ് ലാഹോർ ഇൻ 1799. 1799 ലാഹോറിൽ മഹാരാജ രഞ്ജിത് സിംഗ് ഒരു ക്യാപിറ്റൽ, തലസ്ഥാനം സ്ഥാപിച്ചു. എവിടെയാണ് ലാഹോർ? ഇതാണ് ലാഹോർ. ഇപ്പോൾ ലാഹോർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ പാകിസ്ഥാനിലാണ് ആ സ്ഥലമുള്ളത്. ഈ ഏരിയയിൽ മൊത്തമുള്ള ഭരിച്ച ആൾക്കാരാണ് സിഖ്.
ലോക്കൽ റൂളേഴ്സായിരുന്നു. ഇത് സ്വോർഡ് ഓഫ് മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ വാളാണിത് കാണിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിഖുകാരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മറാഠാസിനെ കുറിച്ചാണ്. മറാഠാസ്. ദി മറാഠ കിങ്ഡം വാസ് അനദർ പവർഫുൾ റീജിയണൽ കിങ്ഡം ടു അറൈസ് ഔട്ട് ഓഫ് എ സസ്റ്റെയിൻഡ് ഒപ്പോസിഷൻ ടു മുഗൾ റൂൾ. മുഗൾ റൂളിന് എഗെയിൻസ്റ്റായിട്ട് ഒപ്പോസ് ചെയ്തുകൊണ്ട് മുഗൾ റൂളേഴ്സിൻ്റെ എഗെയിൻസ്റ്റായിട്ട് ഒരു പവർഫുൾ റീജിയണൽ കിങ്ഡം രൂപപ്പെട്ടു വന്നതാണ് മറാഠ കിങ്ഡം. മറാഠ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലുള്ള ആൾക്കാരാണ് മറാഠ കിങ്ഡം വാസ് അനദർ പവർഫുൾ റീജിയണൽ കിങ്ഡം. വേറൊരു പവർഫുള്ളായ റീജിയണൽ കിങ്ഡം ആയിരുന്നു മറാഠ കിങ്ഡം ടു അറൈസ് ഔട്ട് ഓഫ് എ സസ്റ്റെയിൻഡ് ഓപ്പോസിഷൻ ടു മുഗൾ റൂൾ. ശിവാജി അതിൽ മെയിനായിട്ടുള്ള ആളാണ് ശിവാജി. 1627 to 1680 വരെ ജീവിച്ചിരുന്ന ശിവാജി കാവ്ഡ് ഔട്ട് എ സ്റ്റേബിൾ കിങ്ഡം, ഒരു വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു കിങ്ഡം ഉണ്ടാക്കി ശിവാജി വിത്ത് ദ സപ്പോർട്ട് ഓഫ് പവർഫുൾ വാരിയർ ഫാമിലീസ്. വാരിയർ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന സോൾജിയേഴ്സ് ഫാമിലി, അതായത് ആ ഫാമിലിയുടെ പേരാണ് ദേശ്മുഖ് എന്ന വാരിയർ ഫാമിലീൻ്റെ സപ്പോർട്ടോടെ ശിവാജി ഒരു സ്റ്റേബിളായിട്ടുള്ള കിങ്ഡം ഈ മഹാരാഷ്ട്ര അല്ലെങ്കിൽ മറാഠാസ് കിങ്ഡം ഉണ്ടാക്കി. ഗ്രൂപ്പ്സ് ഓഫ് ഹൈലി മൊബൈൽ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെസൻറ്റ് പാസ്റ്ററലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ചെയ്ത് ഒരു സ്ഥലത്ത് ചെയ്ത് പിന്നെ അവർ മൂവ് ചെയ്ത് അടുത്ത സ്ഥലത്ത് ചെയ്തു, പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് പോയി, അങ്ങനെ അവരെയാണ് പറയുന്നത് കുൻബീസ് എന്നാണ് വിളിക്കുന്നത്. പ്രൊവൈഡഡ് ദ ബാക്ക് ബോൺ ഓഫ് ദ മറാഠ ആർമിയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ഈ ഗ്രൂപ്പുകളായിരുന്നു, ഈ കുൻബീസ് ആയിരുന്നു. ശിവാജി യൂസ്ഡ് ദീസ് ഫോഴ്സസ് ടു ചലഞ്ച് ദ മുഗൾസ് ഇൻ ദ പെനിൻസുല എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ ലാസ്റ്റ് പാർട്ട്, സദേൺ ഇന്ത്യയുടെ ഈ പാർട്ട് മൊത്തം എല്ലാ സൈഡിൽ നിന്നും കടൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ഭാഗത്തെ പറയുന്നത് പെനിൻസുല. ശിവാജി ഈ ഫോഴ്സസിനെ എല്ലാം യൂസ് ചെയ്തുകൊണ്ട് മുഗൾസിൻ്റെ എതിരെ ഈ പെനിൻസുല പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു. ആഫ്റ്റർ ഷിവാജീസ് ഡെത്ത്, ശിവാജീൻ്റെ മരണത്തിന് ശേഷം ഇഫക്റ്റീവ് പവർ ഇൻ ദ മറാഠ സ്റ്റേറ്റ് വാസ് wielded by a family of Chitpavan Brahmanas who served Shivaji's successors as Peshwa, the principal minister. ശിവാജീൻ്റെ കാലത്ത് പേഷ്വ ആയിരുന്ന അല്ലെങ്കിൽ മെയിനായിട്ടുള്ള പ്രിൻസിപ്പൽ മിനിസ്റ്റേഴ്സ് ആയിരുന്ന പേഷ്വാസ് ആയിരുന്ന ചിത്പവൻ ബ്രാഹ്മണാസ്. ഈ ചിത്പവൻ ബ്രാഹ്മണൻ ആണ് ഈ ശിവാജീൻ്റെ ഡെത്ത് കഴിഞ്ഞപ്പോൾ ആ പവർ ഏറ്റെടുത്തത്. പൂന ബിക്കെയിം ദ ക്യാപിറ്റൽ ഓഫ് ദ മറാഠ കിങ്ഡം. മറാഠ കിങ്ഡത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പൂനെയായിരുന്നു. പൂനെ അണ്ടർ ദ പേഷ്വാസിൻ്റെ കീഴിൽ ദ മറാഠാസ് ഡെവലപ്ഡ് എ വെരി സക്സസ്ഫുൾ മിലിറ്ററി ഓർഗനൈസേഷൻ. ശിവാജി മരിച്ചു, അത് കഴിഞ്ഞപ്പോൾ പേഷ്വാസ് വന്നു. പേഷ്വാസിൻ്റെ കീഴിൽ ഈ മറാഠാസ് നല്ലൊരു മിലിറ്ററി ഓർഗനൈസേഷൻ, നല്ലൊരു മിലിറ്ററി ഗ്രൂപ്പ് ഉണ്ടാക്കി. ദെയർ സക്സസ് ലേ ഇൻ ബൈപാസിങ് ദ ഫോർട്ടിഫൈഡ് ഏരിയാസ് ഓഫ് ദ മുഗൾസിൻ്റെ ഫോർട്ടിഫൈഡ് ഏരിയാസ്, കോട്ട കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന മുഗൾസിൻ്റെ ഏരിയാസിനെ എല്ലാം ബൈപ്പാസ് ചെയ്യുക, അതെല്ലാം പിടിച്ചെടുക്കുക. അങ്ങനെ പിടിച്ചെടുത്തു. ബൈ റെയ്ഡിങ് സിറ്റീസ് ആൻഡ് എൻഗേജിങ് മുഗൾ ആർമീസ് ഇൻ ഏരിയാസ് വെയർ ദെയർ സപ്ലൈ ലൈൻസ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ്സ് കുഡ് ബി ഈസിലി ഡിസ്ട്രപ്റ്റഡ്. അപ്പോൾ ഈ മുഗൾസിന് കിട്ടുന്ന സപ്ലൈസ്, മുഗൾസിന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എത്തണം, അങ്ങനെ എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലായിരുന്നു ഇവർ മെയിനായിട്ട് അറ്റാക്ക് ചെയ്തത്. ഈ മറാഠാസ് മുഗൾസിനെ അറ്റാക്ക് ചെയ്ത് അങ്ങനെയുള്ള ഏരിയാസ് എല്ലാം ആദ്യം പിടിച്ചെടുത്തു. ബിറ്റ്വീൻ 1720 ആൻഡ് 1761, 1720 1761 ഇടയിൽ മറാഠ എംപയർ എക്സ്പാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ വികസിച്ചു. ഇറ്റ് ഗ്രാജുവലി ചിപ്ഡ് അവേ അറ്റ് ദ അതോറിറ്റി ഓഫ് ദ മുഗൾ എംപയറിൻ്റെ അതോറിറ്റി എല്ലാം കുറേശ്ശെ അവസാനിച്ചു കൊണ്ടിരുന്നു.
മാൽവ ആൻഡ് ഗുജറാത്ത് വെർ സീസ്ഡ് ഫ്രം മുഗൾസ്. മുഗൾസിൽ നിന്ന് ഈ മറാഠാസ് എന്ത് ചെയ്തു? മാൽവയും ഗുജറാത്തും ഒക്കെ പിടിച്ചെടുത്തു. ബൈ 1720s. 1720 ഗുജറാത്തും മാൽവയൊക്കെ സ്വന്തം കൺട്രോളിലാക്കി ഈ മറാഠാസ്. മുഗൾസിൻ്റെ കയ്യിലായിരുന്നു അതെല്ലാം. മുഗൾസിൻ്റെ അതോറിറ്റി എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഗുജറാത്ത് പിടിച്ചെടുത്തു, മാൽവ പിടിച്ചെടുത്തു. ബൈ ദ 1730s, 1730 ആകുമ്പോഴേക്കും ദി മറാഠ കിങ് വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ ഓവർലോഡ് ഓഫ് ദ എൻറ്റയർ ഡെക്കാൻ പെനിൻസുല. ആ ഡെക്കാൻ റീജിയൻ, മഹാരാഷ്ട്രയും ഗുജറാത്തും ഒക്കെ ഉള്ള ആ ഏരിയയാണ് പറയുന്നത് ഡെക്കാൻ റീജിയൻ. ആ ഡെക്കാൻ റീജിയനിലെ മെയിനായിട്ടുള്ള ഒരു കിങ്ങായി മാറി ഈ മറാഠ കിങ്. ഹീ പോസസ് ദ റൈറ്റ് ടു ചോത്ത് ആൻഡ് ദേശമുഖി ഇൻ ദ എൻറ്റയർ റീജിയൻ. ചോത്തും ദേശമുഖിയൊക്കെ ടാക്സസ് ആണ്. ആ ടാക്സസ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ആരുടെ അടുത്തായി? ഈ മറാഠ കിങ്ങിൻ്റെ അടുത്തായി. ചോത്ത് എന്ന് പറഞ്ഞാൽ 1/4, 25% ഓഫ് ദ ലാൻഡ് റവന്യൂ ക്ലെയിംഡ് ബൈ ദ ജമീന്ദാർസ്. ജമീന്ദാർസ് എന്ത് ചെയ്യണം? 25% ടാക്സ് കൊടുക്കണം. ഇൻ ദ ഡെക്കാൻ ദിസ് വാസ് കളക്റ്റഡ് ബൈ ദ മറാഠാസ്. മറാഠാസ് ആണ് ഈ 25% ടാക്സ് കളക്ട് ചെയ്യുന്നത്. ആ 25% ടാക്സിനെയാണ് പറയുന്നത് ചോത്തെന്ന്. പിന്നെ സർ ദേശമുഖി എന്ന് പറഞ്ഞാൽ 9 to 10% ഓഫ് ദ ലാൻഡ് റവന്യൂ പെയ്ഡ് ടു ദ ഹെഡ് റവന്യൂ കളക്ടർ ഇൻ ദ ഡെക്കാൻ. ഡെക്കാനിൽ 9 to 10% ലാൻഡ് റവന്യൂവും ഈ റവന്യൂ കളക്ടർക്ക് കൊടുക്കണമായിരുന്നു. അതൊക്കെ ടാക്സസ് ആയിരുന്നു ആ സമയത്ത്. ആഫ്റ്റർ റെയ്ഡിങ് ഡൽഹി ഇൻ 1737, 1737 ഡൽഹി റെയ്ഡ് ചെയ്തു, ഡൽഹി ആക്രമിച്ചു. The frontiers of Maratha domination expanded rapidly. അങ്ങനെ ഡൽഹി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മറാഠാസിൻ്റെ ഫ്രണ്ടിയേഴ്സ്, അതിർത്തികളെല്ലാം പെട്ടെന്ന് തന്നെ എക്സ്പാൻഡ് ചെയ്തു. ഇൻടു രാജസ്ഥാനിലോട്ട് എക്സ്പാൻഡ് ചെയ്തു. ആൻഡ് പഞ്ചാബ് ഇൻ ദ നോർത്ത്, പഞ്ചാബിലോട്ട് എക്സ്പാൻഡ് ചെയ്തു. എവിടെയാണ് രാജസ്ഥാൻ? ഇത് രാജസ്ഥാൻ. ഇവിടെ പഞ്ചാബിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, എല്ലാ സ്ഥലത്തോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻടു ബംഗാൾ ആൻഡ് ഒറീസ ഇൻ ദ ഈസ്റ്റ്. ഇവിടെ ബംഗാൾ, ഇത് ഒറീസ ഇൻ ദ ഈസ്റ്റ്, കിഴക്കോട്ട് ആ സ്ഥലങ്ങളിലോട്ട് എക്സ്പാൻഡ് ചെയ്തു മറാഠാസ്. ഇൻടു കർണാടക ആൻഡ് തമിഴ്നാടു ആൻഡ് തെലുഗു കൺട്രീസ് ഇൻ ദ സൗത്ത്. കർണാടകത്തിലോട്ടും, ഇവിടെയാണ് കർണാടകം, പിന്നെ ഇവിടെ തമിഴ്നാട്, പിന്നെ ഇവിടെ തെലുഗു അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ്, ആ സൗത്തിലുള്ള ഈ സ്ഥലങ്ങളിലോട്ടും അവരുടെ കിങ്ഡം, അവരുടെ ബൗണ്ടറീസ് എക്സ്പാൻഡ് ചെയ്തു. These were not formally included in the Maratha Empire. മറാഠ എംപയറിൽ ഫോർമലി ഈ സ്ഥലങ്ങളൊന്നും ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. ബട്ട് വെർ മെയ്ഡ് ടു പേ ട്രിബ്യൂട്ട് ആസ് എ വേ ഓഫ് ആക്സെപ്റ്റിംഗ് മറാഠ സോവറിനിറ്റി. മറാഠാസിൻ്റെ സോവറിനിറ്റി, മറാഠാസിൻ്റെ റൂള് അംഗീകരിച്ചുകൊണ്ട് ഇവിടെയുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ സ്ഥലത്തും അവിടുത്തെ റൂളേഴ്സും അവിടുത്തെ ആൾക്കാർക്കും എന്ത് ചെയ്യേണ്ടി വന്നു? പേ ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടാക്സ് പേ ചെയ്യണമായിരുന്നു. എക്സ്പാൻഷൻ ബ്രോട്ട് എനോമസ് റിസോഴ്സസ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് റിസോഴ്സസായി, അവർക്ക് ഒരുപാട് വെൽത്ത് അവർക്ക് കിട്ടി. ബട്ട് ഇറ്റ് കെയിം അറ്റ് എ പ്രൈസ്. പക്ഷേ അതിനെല്ലാം വലിയ വില കൊടുക്കേണ്ടി വന്നു. എന്തായിരുന്നു? ദീസ് മിലിറ്ററി ക്യാമ്പയിൻസ് ഓൾസോ മെയ്ഡ് അതർ റൂളേഴ്സ് ഹോസ്റ്റൈൽ ടുവേർഡ്സ് ദ മറാഠാസ്. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എനിമി. മറാഠാസിൻ്റെ എഗെയിൻസ്റ്റായി മറ്റുള്ള റൂളേഴ്സ് എല്ലാം, ഈ സ്ഥലങ്ങളിലുള്ള റൂളേഴ്സ് എല്ലാം എന്താ പറഞ്ഞാൽ അവരെല്ലാം പിടിച്ചെടുത്തു. അവരുടെ എല്ലാം സ്ഥലങ്ങളും, അതുപോലെ തന്നെ അവർക്ക് ടാക്സ് അടയ്ക്കണം. അവരുടെ കീഴിൽ, ഈ മറാഠാസിൻ്റെ കീഴിലായി അവരെല്ലാം. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര ദേഷ്യമായി ഈ മറാഠാസിനോട്. ആസ് എ റിസൾട്ട് അതുകൊണ്ട് എന്ത് പറ്റി? ദേ വർ നോട്ട് ഇൻക്ലൈൻഡ് ടു സപ്പോർട്ട് ദ മറാഠാസ് ഡ്യൂറിങ് ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഇൻ 1761. 1761 തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ മറാഠാസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റുള്ള ഈ സ്ഥലങ്ങളിലെ രാജാക്കന്മാർ ആരും വന്നില്ല. അവിടുത്തെ റൂളേഴ്സ് ഒന്നും സപ്പോർട്ട് ചെയ്തില്ല മറാഠാസിനെ. Alongside endless military campaigns, the Marathas developed an effective administrative system as well.
ഈ മിലിറ്ററി ക്യാമ്പയിൻസ് മാത്രമല്ല, ഇങ്ങനെ രാജ്യങ്ങൾ പിടിച്ചെടുക്കുക മാത്രമല്ല, സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക മാത്രമല്ല ചെയ്തത്. മറാഠാസ് ഡെവലപ്ഡ് ആൻ ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. വളരെ ഭരിക്കാനായിട്ട് നല്ലൊരു സിസ്റ്റവും അവർ ഡെവലപ്പ് ചെയ്തു. വൺസ് കോൺക്വസ്റ്റ് ഹാഡ് ബീൻ കംപ്ലീറ്റഡ്, the Marathas' rule was secure. Revenue demands were gradually introduced, taking local conditions into account. അപ്പോൾ ഈ കോൺക്വസ്റ്റ് അല്ലെങ്കിൽ ഈ പിടിച്ചെടുക്കലൊക്കെ കംപ്ലീറ്റ് ആയപ്പോൾ മറാഠാസ് സെക്യൂർ ആയിരുന്നു, സേഫ് ആയിരുന്നു. അതുപോലെ തന്നെ റവന്യൂ ഡിമാൻഡ്സ് were gradually introduced, taking into local conditions into accounts. ഉള്ള സ്ഥലങ്ങളിലെല്ലാം, ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം അവർ ടാക്സ് പിടിച്ചെടുത്തു. അഗ്രികൾച്ചർ വാസ് എൻകറേജ്ഡ് ആൻഡ് ട്രേഡ് റിവൈവ്ഡ്. ഇവർ അഗ്രികൾച്ചർ എൻകറേജ് ചെയ്തു, അതുപോലെ തന്നെ ട്രേഡും കച്ചവടവും റിവൈവ് ചെയ്തു, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തു. ദിസ് അലോഡ് മറാഠ ചീഫ്സ് അല്ലെങ്കിൽ സർദാർസ് ലൈക്ക് സിന്ധിയ ഓഫ് ഗ്വാളിയോറിലെ സിന്ധിയാസ് മറാഠ ചീഫുകളായിരുന്നു. മറാഠാസിൻ്റെ ചീഫ്, മറാഠാസിൻ്റെ തലവന്മാർ. ഗേക്വാഡ് ഓഫ് ബറോഡയിലെ ഗേക്വാഡ്. ബോൺസ്ലെ ഓഫ് നാഗ്പൂരിലെ ബോൺസ്ലെ. ദ റിസോഴ്സസ് ടു റേസ് പവർഫുൾ ആർമീസ്. അപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ടാക്സുകൾ കിട്ടിയപ്പോൾ, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പൈസ കിട്ടിയപ്പോൾ, റിസോഴ്സസ് ആയപ്പോൾ ഇങ്ങനെയുള്ള ഈ റൂളേഴ്സ് മറാഠ ചീഫ്സിനെല്ലാം എന്ത് ചെയ്യാൻ പറ്റി? അവർ പവർഫുൾ ആർമീസ് ഉണ്ടാക്കി. മറാഠ campaigns in the Malwa in the 1720s did not challenge the growth and prosperity of the cities of the region. ഇവർ മറാഠാസ് പിടിച്ചെടുത്തെങ്കിലും, ഈ 1720 മാൽവയിലും അങ്ങനെയുള്ള സിറ്റീസ് എല്ലാം പിടിച്ചെടുത്തെങ്കിലും അവിടുത്തെ ഈ സിറ്റീസിലൊന്നും പ്രോസ്പെറിറ്റി, അവരുടെ ഗ്രോത്തോ വികാസമോ അതിൻ്റെ പ്രോസ്പെറിറ്റിക്കൊന്നും ഒരു കോട്ടവും തട്ടിയില്ല. ഇവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഉജ്ജയിൻ എക്സ്പാൻഡഡ് അണ്ടർ ദ സിന്ധിയ പാട്രണേജ്. സിന്ധ്യാസിൻ്റെ കീഴിൽ, സിന്ധ്യ റൂളറിൻ്റെ കീഴിൽ ഉജ്ജയിനെല്ലാം എക്സ്പാൻഡ് ചെയ്തു. ഇതെല്ലാം രാജസ്ഥാൻ, MP ആ ഭാഗത്തുള്ള സ്ഥലങ്ങൾ, ഇൻഡോർ, അണ്ടർ ഹോൾകാർസ്, അങ്ങനെ ഇതെല്ലാം പല സിറ്റികളെല്ലാം ഡെവലപ്പ് ചെയ്തു. ബൈ ഓൾ അക്കൗണ്ട്സ് ദീസ് സിറ്റീസ് വെർ ലാർജ് ആൻഡ് പ്രോസ്പെറസ്. വലിയ സിറ്റീസ് ആയിരുന്നു, ആൻഡ് പ്രോസ്പെറസ്, സമ്പന്നരുമായിരുന്നു. ആൻഡ് ഫങ്ഷൻഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൊമേഴ്ഷ്യൽ ആൻഡ് കൾച്ചറൽ സെൻറ്റർ. വലിയ ട്രേഡുകൾ നടക്കുന്ന, കച്ചവടം നടക്കുന്ന, അതുപോലെ തന്നെ വലിയ കൾച്ചറൽ സെൻറ്റേഴ്സ് ആയിരുന്നു ഈ വലിയ സിറ്റീസ്. ന്യൂ ട്രേഡ് റൂട്ട്സ് എമേർജ്ഡ് വിത്തിൻ ദ ഏരിയാസ് കൺട്രോൾ ബൈ ദ മറാഠാസ്. മറാഠാസിൻ്റെ അണ്ടറിലുള്ള ഈ ഏരിയാസിൽ പുതിയ ട്രേഡ് റൂട്ട്സ്, കച്ചവട മാർഗങ്ങൾ, കച്ചവട റൂട്ടുകൾ ഡെവലപ്പ് ചെയ്തു. സിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ചന്ദേരി റീജിയൻ now found a new outlet in Pune, the Maratha capital. മറാഠ ക്യാപിറ്റലായ പൂനെയിലും ഈ ചന്ദേരി റീജിയനിലുള്ള സിൽക്ക്, ആ സിൽക്ക് ഇപ്പോൾ ഈ മറാഠ ക്യാപിറ്റലായ പൂനെയിലും കിട്ടാൻ തുടങ്ങി. അവിടെ ഒരു പുതിയൊരു മാർക്കറ്റ് അവർ ഡെവലപ്പ് ചെയ്തു. ബുറാൻപൂർ വിച്ച് ഹാഡ് ഏർലിയർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ട്രേഡ് ബിറ്റ്വീൻ ആഗ്ര ആൻഡ് സൂറത്ത്. ആഗ്രയും സൂറത്തും തമ്മിലുള്ള ട്രേഡ് നടന്നിരുന്നത് ബുറാൻപൂരിലായിരുന്നു. now expanded its hinterland to include Pune and Nagpur in the south. സൗത്തിൽ പൂനെയിലും നാഗ്പൂരിലൊക്കെ ട്രേഡ് നടക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ലക്നൗ ആൻഡ് അലഹബാദ് ഇൻ ദ ഈസ്റ്റ്. ഈസ്റ്റല്ല, പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്ത് ലക്നൗ, അലഹബാദ്, ഇതെല്ലാം UP സ്ഥലങ്ങളാണ്. അവിടെയും ഈ ട്രേഡുകൾ ഒരുപാട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച്, മറാഠാസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. സിഖുകാരെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു, മറാഠാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് ജാട്ടുകാരെ കുറിച്ച്. ലൈക്ക് ദ അതർ സ്റ്റേറ്റ്സ്, ദ ജാട്ട്സ് കൺസോളിഡേറ്റഡ് ദെയർ പവർ ഡ്യൂറിങ് ദ ലേറ്റ് 17th and 18th century. 17th സെഞ്ച്വറീൻ്റെ അവസാനത്തിലും 18th centuries ഈ ജാട്ടുകാരും അവരുടെ പവർ, അവർ മൊഗൾസിൽ നിന്നുള്ള ഇവർ പവറിലേക്ക് വരുന്നത്. ജാട്ടുകാരുടെ റീജിയനും അവർ ലോക്കൽ എംപയർ, കിങ്ഡം സ്ഥാപിക്കുന്നത് ഈ ലേറ്റ് 17th centuryയും 18th centuryയിലൊക്കെ തന്നെയാണ്. മറ്റുള്ള ലോക്കൽ കിങ്ഡംസും വന്നത് ഈ സമയത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ജാട്ടുകാരും ആ സമയത്ത് ഡെവലപ്പ് ചെയ്തു വന്ന ഒരു
കിങ്ഡമാണ്, ലോക്കൽ കിങ്ഡം, റീജിയണൽ കിങ്ഡമാണ്. അണ്ടർ ദെയർ ലീഡർ ചുറാമാനാണ് അവരുടെ ലീഡർ. ദേ അക്വയർഡ് കൺട്രോൾ ഓവർ ദ ടെറിട്ടറി സിറ്റുവേറ്റഡ് ഇൻ ദ വെസ്റ്റ് ഓഫ് ദ സിറ്റി ഓഫ് ഡൽഹി, ഡൽഹീൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും. ആൻഡ് ബൈ 1680s they had begun dominating the region between the two imperial cities of Delhi and Agra. ഡൽഹിക്കും ആഗ്രയിലും ഇടയിലുള്ള ആ സ്ഥലങ്ങളിലെല്ലാം അവരുടെ കൺട്രോളാക്കി. എവിടെയാണ് ഡൽഹി ഇത് ആഗ്ര. ഈ സ്ഥലങ്ങളിൽ ഇവിടെയാണ് ജാട്ടുകാരുടെ ഏരിയ എന്ന് പറയുന്നത്. അവരവിടെയാണ് അവരുടെ കൺട്രോള് അല്ലെങ്കിൽ റീജിയണൽ കിങ്ഡം ഡെവലപ്പ് ചെയ്തത്. ഫോർ എ വൈൽ ദി ബിക്കെയിം ദ വിർച്വൽ കസ്റ്റോഡിയൻസ് ഓഫ് ദ സിറ്റി ഓഫ് ആഗ്ര. ആഗ്രയുടെ കസ്റ്റോഡിയൻസ് ആയിരുന്നു. ആഗ്ര സിറ്റി എല്ലാം അവരുടെ കീഴിലായിരുന്നു. ദ ജാട്സ് വെർ പ്രോസ്പെറസ് അഗ്രികൾച്ചറൽസ്. വളരെ പൈസയുള്ള സമ്പന്നരായ കൃഷിക്കാരാണ് അവർ. ആൻഡ് ടൗൺസ് ലൈക്ക് പാനിപ്പത്ത് ആൻഡ് ബല്ലഭ്ഗഡ് ബിക്കെയിം ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഇൻ ദ ഏരിയാസ് ഡോമിനേറ്റഡ് ബൈ ദം. അവർ ഡോമിനേറ്റ് ചെയ്യുന്ന ഏരിയയിൽ ഏറ്റവും മെയിനായിട്ടുള്ള പാനിപ്പത്തും ബല്ലഭ്ഗഡും ഒക്കെ ആയിരുന്നു ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗ് സെൻറ്റേഴ്സും ആയിരുന്നു അവർ. വളരെ ഈ സ്ഥലങ്ങളെന്ന് പറയുന്നത് പാനിപ്പത്തും ബല്ലഭ്ഗഡും ഒക്കെ ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് ആയിരുന്നു, കച്ചവട സെൻറ്റേഴ്സ്. അണ്ടർ സൂരജ്മൽ, ദി കിങ്ഡം ഓഫ് ഭരത്പൂർ എമേർജ്ഡ് ആസ് എ സ്ട്രോങ് സ്റ്റേറ്റ്. സൂരജ്മൽ, ജാട്ട് ലീഡറായ സൂരജ്മലിൻ്റെ കീഴിൽ ഭരത്പൂർ, കിങ്ഡം ഓഫ് ഭരത്പൂർ എമേർജ്ഡ് ആസ് എ സ്ട്രോങ് സ്റ്റേറ്റ്. ഭരത്പൂർ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ സ്ഥലമാണ്. ഭരത്പൂർ ഒരു വലിയ പവർഫുള്ളായിട്ടുള്ളൊരു കിങ്ഡം അല്ലെങ്കിൽ ഒരു സ്ഥലം ആയിട്ട് ഡെവലപ്പ് ചെയ്തു അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സൂരജ്മൽ. വെൻ നാദിർ ഷാ സാക്ട് ഡൽഹി ഇൻ 1739, 1739 നാദിർ ഷാ അറ്റാക്ക് ചെയ്തു ഡൽഹി. മെനി ഓഫ് ദ സിറ്റീസ് നോട്ടബിൾസ് ടുക്ക് റെഫ്യൂജ് ഹിയർ. അപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള മെയിനായിട്ടുള്ള കുറേ പേര് എന്ത് ചെയ്തു, ഈ ഭരത്പൂർ അല്ലെങ്കിൽ ഇവരുടെ ജാട്ടിൻ്റെ ഇവിടെ അഭയം തേടി. ഹിസ് സൺ, ഈ ജാട്ടിൻ്റെ ഈ സൂരജ്മലിൻ്റെ സൺ ജവാഹിർ ഷാഹിൻ്റെ അടുത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. 30,000 ട്രൂപ്സ്, 30,000 ട്രൂപ്സ് ഓഫ് ഹിസ് ഓൺ, സ്വന്തം 30,000 ട്രൂപ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഹയേർഡ് 20,000 മറാഠ ട്രൂപ്സ്, 20,000 മറാഠാസും അതുപോലെ തന്നെ 15,000 സിഖുകാരുടെ ട്രൂപ്സും ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് മുഗൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇവരുടെ അടുത്ത് ഇത്രയും ആർമി ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര പവർഫുള്ളായിരുന്നു അവർ. വൈൽ ദ ഭരത്പൂർ ഫോർട്ട് വാസ് ബിൽറ്റ് ഇൻ ദ ഫെയർലി ട്രഡീഷണൽ സ്റ്റൈൽ അറ്റ് ഡിഗ്, ദ ജാട്സ് ബിൽറ്റ് ആൻ എലോബറേറ്റ് ഗാർഡൻ പാലസ് കമ്പൈനിങ് സ്റ്റൈൽസ് സീൻ ഇൻ അംബർ ആൻഡ് ആഗ്ര. അംബേറിലും ആഗ്രയിലുള്ള സ്റ്റൈലൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു ഗാർഡൻ പാലസ് ഉണ്ടാക്കി ഇവർ. ആൻഡ് വൈൽ ദ ഭരത്പൂർ ഫോർട്ട് വാസ് ബിൽറ്റ് ഇൻ എ ഫെയർലി, ഭരത്പൂർ ഫോർട്ട് എവിടെ ഉണ്ടാക്കിയത്, ട്രഡീഷണൽ സ്റ്റൈലിൽ എവിടെ ഉണ്ടാക്കിയ സ്ഥലം എന്ന് പറയുന്നത് ഡിഗ് എന്ന സ്ഥലത്ത് ഭരത്പൂർ ഫോർട്ട് ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഉണ്ടാക്കി. ആൻഡ് ദ ജാട്സ് ബിൽറ്റ് ആൻ എലോബറേറ്റ് ഗാർഡൻ പാലസ്, അതുപോലെ തന്നെ ഒരു വലിയൊരു ഗാർഡൻ പാലസ് അമ്പേറിലെ ആഗ്രയിലെയൊക്കെ സ്റ്റൈലിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് വേറൊരു ഗാർഡൻ പാലസ് ഉണ്ടാക്കി. ഇറ്റ്സ് ബിൽഡിങ്സ് വർ മോഡൽഡ് ഓൺ ആർക്കിടെക്ചറൽ ഫോംസ് ഫസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് റോയൽറ്റി അണ്ടർ ഷാജഹാൻ ഉണ്ടാക്കിയ ആ തരത്തിലുള്ള ആർക്കിടെക്ചറൊക്കെ ആയിരുന്നു ഇവരുടെയും. ഇവിടെ കാണാൻ പറ്റും 18th century പാലസ് കോംപ്ലക്സ് അറ്റ് ഡിഗിൽ പാലസ് കോംപ്ലക്സ് ആണ് ഈ കാണുന്നത്. നോട്ട് ദ ബംഗ്ലാഡോം. ഇവിടെ ബംഗ്ലാഡോമിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓൺ ദ അസംബ്ലി ഹാൾ ഓൺ ദ റൂഫ് ഓഫ് ദ ബിൽഡിങ്ങിലെ അസംബ്ലി ഹാളിൻ്റെ റൂഫിൽ ഇനി ഒരു ബംഗ്ലാഡോം കാണാൻ പറ്റും. ഇനി അടുത്തത് അതായിരുന്നു ജാട്ടിനെ കുറിച്ച്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച്. ഇത് നമ്മുടെ ഇന്ത്യയിൽ നടന്ന കാര്യമല്ല. ഫ്രഞ്ച് റെവല്യൂഷൻ 1789 മുതൽ 1794 വരെ ആ സമയത്ത് നടന്ന ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ യൂണിറ്റിൽ. ഇൻ ദ വേരിയസ് സ്റ്റേറ്റ് സിസ്റ്റംസ് ഓഫ് 18th century India, the common people did not enjoy the right to participate in the affairs of their government. കോമൺ പീപ്പിൾ, അതായത് സാധാരണക്കാർക്ക് അവരുടെ ഗവൺമെൻറ്റിൽ ഒരു കാര്യത്തിലും ഒരു റോളും ഇല്ല. അതുപോലെ തന്നെ ഇൻ ദ വെസ്റ്റേൺ വേൾഡിലും യൂറോപ്പിലും ദിസ് വാസ് ദ സിറ്റുവേഷൻ അൺടിൽ ദ ലേറ്റ് 18th century.
സെഞ്ച്വറിയുടെ അവസാനം വരെ ഇത് തന്നെയായിരുന്നു അവിടെയും സിറ്റുവേഷൻ. അമേരിക്കൻ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻസ് challenged the social and political privileges enjoyed by the aristocrats. അവരുടെ വലിയ ആൾക്കാർ സോഷ്യൽ പ്രിവിലേജസും പൊളിറ്റിക്കൽ പ്രിവിലേജസും ഒക്കെ വളരെ എൻജോയ് ചെയ്തിരുന്നു, അവർക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഈ റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും അതെല്ലാം എന്തിനെ ചലഞ്ച് ചെയ്തു? അവർക്ക് അവിടുത്തെ വലിയ ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ പ്രിവിലേജസിനെ ചലഞ്ച് ചെയ്തു. ഡ്യൂറിങ് ദ ഫ്രഞ്ച് റവല്യൂഷനിൽ മിഡിൽ ക്ലാസ്സും പെസൻസും ആർട്ടിസൻസും ഫൗട്ട് അഗെയിൻസ്റ്റ് ദ സ്പെഷ്യൽ റൈറ്റ്സ് എൻജോയ്ഡ് ബൈ ദ ക്ലർജി ആൻഡ് ദ നൊബിലിറ്റി. വലിയ വലിയ ആൾക്കാർക്ക്, ക്ലർജിക്കും നൊബിലിറ്റിക്കൊക്കെ സ്പെഷ്യൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. അതിനെതിരായിരുന്നു ഈ റവല്യൂഷൻ. They believed that no group in society should have privileges based on birth. ജന്മസിദ്ധമായിട്ട് അല്ലെങ്കിൽ ജന്മം കൊണ്ട് കിട്ടുന്ന പ്രിവിലേജസ് ഒന്നും ആർക്കും കിട്ടിക്കൂടാ. റാദർ പീപ്പിൾസ് സോഷ്യൽ പൊസിഷൻ മസ്റ്റ് ഡിപ്പെൻഡ് ഓൺ മെറിറ്റ്. അവരുടെ കഴിവിനനുസരിച്ചായിരിക്കണം അവർക്ക് അവരുടെ സോഷ്യൽ പൊസിഷൻ. അല്ലാതെ ഞാൻ ഇന്ന ആളായിട്ട് ജനിച്ചു, ഇന്ന ഫാമിലിയിൽ ജനിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയുള്ള റൈറ്റ്സ് ആർക്കും കിട്ടരുത്. അതിനു വേണ്ടിയിട്ടായിരുന്നു ആ റവല്യൂഷൻ. The philosophers of the French Revolution suggested that there be equal laws and opportunities for all. എല്ലാവർക്കും ഒരേ നിയമവും ഒരേ തുല്യ അവകാശങ്ങളും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസും കിട്ടണം. They also held that the authority of the government should come from the people who must possess the right to participate in its affairs. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിൽ ഈ അവിടുത്തെ സാധാരണ ആൾക്കാർക്ക് റോൾ ഉണ്ടായിരിക്കണം, അവർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കണം. മൂവ്മെൻറ്റ്സ് സച്ച് ആസ് ഫ്രഞ്ച് ആൻഡ് അമേരിക്കൻ റവല്യൂഷൻസ് ഗ്രാജുവലി ട്രാൻസ്ഫോംഡ് ദ സബ്ജക്ട്സ് ഇൻ ടു സിറ്റിസൻസ്. അങ്ങനെ ആ താഴ്ന്നു കിടക്കുന്ന ആൾക്കാർ അവിടുത്തെ സിറ്റിസൻസായി മാറി, അവിടുത്തെ പൗരന്മാരായിട്ട് മാറി ഈ റവല്യൂഷൻ കാരണം. ദ ഐഡിയാസ് ഓഫ് സിറ്റിസൺഷിപ്പ്, nation state and democratic rights took root in India from the late 19th century. അതൊക്കെ കഴിഞ്ഞ് ഒരു 100 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ്, ലേറ്റ് 19th സെഞ്ച്വറിയോടെയാണ് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. സിറ്റിസൺഷിപ്പും അതുപോലെ തന്നെ നേഷൻ സ്റ്റേറ്റും ഡെമോക്രാറ്റിക് റൈറ്റ്സും ഒക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നത്. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ആ 10th ചാപ്റ്ററും ഹിസ്റ്ററിയിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇവിടെ അവസാനിച്ചു. Thanks for watching. Please do subscribe, like and share. Thank you.